നമസ്കാരം. ഇന്ന് കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ടാണ് കണ്ണൂരിൽ പ്രായമുള്ള കുഞ്ഞിന്റെ കൊലപാതക വാർത്ത പുറത്തു വന്നത്. അതിലിപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുകയാണ്. കണ്ണൂരിലെ 8 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പിതൃ സഹോദരന്റെ മകളാണ് എന്ന വിവരം പുറത്തു വരുന്നു. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അച്ഛന്റെ മകളാണ് കൊല നടത്തിയ 12 വയസ്സുകാരി. കുഞ്ഞ് വളർന്നാൽ തനിക്ക് കിട്ടേണ്ട പരിഗണന ഇല്ലാതാകുമോ എന്ന് കുട്ടി ഭയപ്പെട്ടിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇതാണ് കുഞ്ഞിനെ കൊല നടത്താൻ പ്രേരിപ്പിച്ചത്. കുട്ടി കുറ്റം സമ്മതിച്ചതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞാണ് കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ കൊല്ലപ്പെട്ടത്. മരിച്ച കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും 12 വയസ്സുകാരിയെ സംശയമുണ്ടായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടി കൊല നടത്തിയ കാര്യം വെളിപ്പെടുത്തിയത്. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അച്ഛനും അമ്മയ്ക്കും തന്നോട് സ്നേഹം കുറഞ്ഞതായി കുട്ടി പറഞ്ഞു. കുട്ടിയുടെ അച്ഛനും അമ്മയും നേരത്തെ പിരിഞ്ഞിരുന്നു. ഇതിനുശേഷം അച്ഛൻ മരിച്ചു. തുടർന്ന് കുഞ്ഞിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരുന്നത് പിതൃ സഹോദരനായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇന്നലെ രാത്രിയാണ് മാതാപിതാക്കൾക്കൊപ്പം വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന പിഞ്ചു കുഞ്ഞിനെ കാണാതാകുന്നത്. പിന്നീട് നടത്തിയ തിരച്ചിലിൽ അടുത്തുള്ള കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും മാതാപിതാക്കളെയും പ്രദേശവാസികളെയും അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്തു. മാതാപിതാക്കളാണ് കൊല നടത്തിയത് എന്ന് ഒരു ഘട്ടത്തിൽ സംശയം ഉയർന്നിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പെൺകുട്ടിയാണ് എന്നുള്ള സംശയം കുഞ്ഞിന്റെ മാതാപിതാക്കൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിലാണ് പെൺകുട്ടി കുറ്റം സമ്മതിച്ചത്. പെൺകുട്ടിയെ ജുവനൈൽ ബോർഡിന് മുന്നിൽ ഹാജരാക്കും.